ഹലോ എവ്രി വൺ. അപ്പോൾ ഇന്നൊരു മിനി വ്ലോഗാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ ഷെനാൻ്റെ ദോൽക്കിയാണ്. റെഡ് കളറാണ് തീം. അപ്പോൾ എല്ലാവരും റെഡ് കളർ ഡ്രസ്സ് ഇട്ടിട്ടാണ് വരിക. അതുകൊണ്ട് ഞാനും റെഡ് കളർ ഡ്രസ്സ് ഇട്ട് റെഡിയായി. അങ്ങനെ നമ്മൾ നേരെ ഷെനാൻ്റെ വീട്ടിൽ പോയി. ഷെന നല്ലൊരു ഓറഞ്ച് കളർ ഡ്രസ്സൊക്കെ ഇട്ട് റെഡിയായി നിൽക്കണ്ടായിരുന്നു. ഷെന മാത്രം ഓറഞ്ച് കളർ ഡ്രസ്സും ബാക്കി ഞങ്ങളെല്ലാവരും റെഡ് കളർ ഡ്രസ്സുമാണ് ഇട്ടിക്കണത്. അങ്ങനെ പിന്നെ എൻ്റെ മാസ്റ്റർ പീസ് സാധനം കൊറിയൻ ഹേർട്ടും പാടെ പിടിച്ചിട്ട് നമ്മളിനി വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് പിന്നെ ഒരു 3-4 മണിയൊക്കെ ആകുമ്പോഴത്തേനും നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇനി എന്താ കുറേ ഫോട്ടോസും വീഡിയോസ് എടുക്കണം. അതാണല്ലോ മെയിൻ. നമുക്ക് നല്ല ഫോട്ടോസും വീഡിയോസും ഒക്കെ കിട്ടണ്ടേ. അങ്ങനെ പിന്നെ നമ്മൾ നേരെ പോയത് കാഞ്ഞിരപ്പുഴേൻ്റെ ബാക്ക് സൈഡ് അങ്ങനെ എന്തോ ആണ്. ഇങ്ങോട്ട് എന്തോ ഒരു സ്ഥലത്തിന് എന്തോ പേര് പറയും, എനിക്ക് കറക്റ്റ് പേരറിയില്ല. അങ്ങനെ പിന്നെ ഷേന കുറേ ഫോട്ടോസും വീഡിയോസ് എടുക്കണ തിരക്കിലും പിന്നെ നമ്മളെല്ലാവരും ഒപ്പം നിന്നിട്ട് അങ്ങനത്തെ കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കണ തിരക്കിലായിരുന്നു. നമ്മൾ 4 മണിയൊക്കെ കഴിഞ്ഞിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിക്കണമെങ്കിലും പക്ഷേ നല്ല വെയിലുണ്ടായിരുന്നു. നല്ല വെയിൽ എന്ന് പറഞ്ഞാൽ നല്ല മൊട്ടം വെയിലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേനും കുറേ സൺസെറ്റൊക്കെ അങ്ങോട്ട് ആവാനായപ്പോഴത്തേനും വെയിൽ ഏകദേശം ഒരു ശമനം കിട്ടിയപ്പോഴത്തേനും ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ചെയ്ത് ഇങ്ങോട്ട് സെറ്റ് ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഷേന അവിടെ ഇരുന്നിട്ട് കുറേ ഞങ്ങൾ ഡാൻസ് കളിക്കണ പോലെയും അങ്ങനെ കുറേ ക്ലിപ്സുകളൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. മൊത്തത്തിൽ പറഞ്ഞാൽ നല്ല അടിപൊളിയായിരുന്നു. അതിൻ്റെ ഇടയിൽ ഷേന അറിയാതെ ഷേനാൻ്റെ ചെറുക്കൻ ഓളെ സർപ്രൈസ് ആക്കാൻ വേണ്ടിയിട്ട് വരുന്നുണ്ടായിരുന്നു. ഓൾക്ക് ഇതിനെപ്പറ്റി യാതൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഷേനാൻ്റെ ചെറുക്കൻ വന്ന് ഓളെ അങ്ങോട്ട് സർപ്രൈസ് ആക്കി. ഓളുടെ റിയാക്ഷൻ എന്തായാലും അടിപൊളിയായിരുന്നു. അങ്ങനെ സർപ്രൈസ് എന്തായാലും സെറ്റായ സ്ഥിതിക്ക് പിന്നെ നമ്മൾ കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. പിന്നെ ഏകദേശമൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും രാത്രി ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ തിരിച്ച് വീട്ടിലെത്തി. അപ്പോൾ ഇത്രയേ ഉള്ളൂ.